നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളെ ടൂള് ഹോൾഡ് ചെയ്യാനും പെൻസിൽ ഹോൾഡ് ചെയ്യാനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പെൻസിൽ റൈറ്റ് ഹാൻഡിൽ ഈ ഷാർപ്പ് പോയിന്റ് താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഓക്കെ, അതുപോലെ ടൂള് പിടിക്കേണ്ടത് 1 2 3 4 5 യൂണിറ്റ് പോയിൻറ്റ്സ് ഡോട്ട്സ് ഉണ്ട് ഇവിടെ. അതിൽ 1 2 രണ്ടാമത്തെ ഇവിടെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ടൂള് ഹോൾഡ് ചെയ്യേണ്ടത്. അത് പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതുപോലെ. അപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് ഫിംഗറിങ് ചെയ്യുമ്പോൾ, ഫിംഗറിങ് എന്നാണ് പറയുന്നത്, നമ്മളിതിൽ 1 ഒക്കെ ചെയ്യുന്നതിന് ഫിംഗറിങ് എന്ന് പറയും. അപ്പം ഫിംഗറിങ് ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ ടൂള് പിടിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അതുപോലെ റൈറ്റ് ഹാൻഡിൽ പെൻസിലും ഈ ഒരു പൊസിഷൻ തന്നെ ഉണ്ടായിരിക്കണം. അതിനുശേഷം സെറ്റ് 0 എന്ന് പറയും. അത് നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നുള്ളി പിടിക്കും. ഈ ഒരു ബീമിൽ സ്ലോ ഇങ്ങനെ അധികം ടൈറ്റൊന്നും ചെയ്യാതെ പതുക്കെ ഒന്ന് നുള്ളി പിടിച്ച്, ഇവിടെ ഇപ്പോൾ എല്ലാ ബീഡ്സും ഈ ഒരു ബീമിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം മൂവ് ചെയ്ത് ഫുള്ള് ഫ്രീ ആണ്, എന്നാലേ നമുക്ക് അതിൽ കൗണ്ട് ചെയ്യാനാവുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ നുള്ളി പിടിച്ച് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. സ്ലോലി, അധികം തിരക്കൊന്നും കൂട്ടാണ്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഫുള്ള് ബീഡ്സ് 2 വശത്തേക്ക് മാറി ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഫിംഗറിങ് 1 +1 എല്ലാം ചെയ്യുക. ഇപ്പോൾ 1 ചെയ്യുന്നത് ഈ ഒരു 1 2 3 ഇവിടെ സെക്കൻഡ് യൂണിറ്റ് പോയിന്റ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് പോയിന്റ് എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ 1 ലെസ്സൊക്കെ എടുക്കുക. കണ്ടോ, എവിടെ നിന്ന് വന്നാലും മൂന്നാമത്തെ സെൻട്രലിലുള്ള യൂണിറ്റ് പോയിന്റിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ ഈ ഒരു വൈഡ് ഡോട്ടിൽ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ശരിക്കും ശ്രദ്ധിക്കണം. അപ്പം ഫസ്റ്റ് 1 എടുക്കേണ്ടത് തം ഫിംഗർ ഉണ്ട്. 1 അപ്പോൾ ഒരു പാട്ടായിട്ടാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊരു ആ ഒരു പാട്ടിൽ കൂടെ തന്നെ കുട്ടികൾ ആ ഒരു ബീഡ്സിൻ്റെ ഒരു എങ്ങനെ എടുക്കണം എന്നുള്ളത് അവർ പഠിച്ചെടുക്കും. 1 വിത്ത് തം, ലെസ് വിത്ത് ഇൻഡെക്സ്, 2 വിത്ത് തം, ലെസ് വിത്ത് ഇൻഡെക്സ്, 3 വിത്ത് തം, ലെസ് വിത്ത് ഇൻഡെക്സ്, 4 വിത്ത് തം, ലെസ് വിത്ത് ഇൻഡെക്സ്, 5 വിത്ത് ഇൻഡെക്സ്, ലെസ് വിത്ത് ഇൻഡെക്സ്, 6 വിത്ത് പിഞ്ച്. 6 ഇങ്ങനെ നുള്ളി എടുക്കേണ്ടത്. 6 വിത്ത് പിഞ്ച്, ലെസ് വിത്ത് സ്പ്ലിറ്റ്, 7 വിത്ത് പിഞ്ച്, ലെസ് വിത്ത് സ്പ്ലിറ്റ്, 8 വിത്ത് പിഞ്ച്, ലെസ് വിത്ത് സ്പ്ലിറ്റ്, 9 വിത്ത് പിഞ്ച്, ലെസ് വിത്ത് സ്പ്ലിറ്റ്. ഇങ്ങനെയാണ് ഇപ്പം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 9 വരെ കുട്ടികൾ എടുക്കാൻ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്. വീട്ടിൽ നിന്നും കൂടി ഒരു ട്രൈ വേണം. ഇതിന് ശേഷം നമ്മളിനി ടൂളിൽ ഓരോ നമ്പേഴ്സും ആഡ് ചെയ്യും സബ്ട്രാക്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയാണ്. അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇപ്പം സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ആഡ് 1 ആഡ് 2 എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് 0 ചെയ്യണം ഓരോ ക്വസ്റ്റിന് ശേഷവും. ആഡ് ഫസ്റ്റത്തെ നമ്പർ 1 എന്നാണ്. ആ 1-ന് പകരം നമ്മൾ തം ഫിംഗർ ഉപയോഗിച്ച് വേണം 1 ആഡ് ചെയ്യാൻ. അതിന് ശേഷമുള്ള നമ്പർ 2 എന്നാണ്. അതുകൊണ്ട് 2 എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് 2 തന്നെ എടുക്കണം. അപ്പോൾ അടിയിൽ നിന്ന് വേണം 1 2 ഇവിടെയുള്ള 2 ബീഡ്സ് മുകളിലേക്ക് തം ഫിംഗർ കൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 3. അതിന് ശേഷം ആൻസർ അവിടെ എഴുതുകയാണ് വേണ്ടത്. ദെൻ അഗെയിൻ നമ്മൾ സെറ്റ് 0 ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 ആണ് ഫസ്റ്റ്. അപ്പോൾ തം ഫിംഗർ കൊണ്ട് 2 ചെയ്യുന്നു. അഗെയിൻ 2. ആ 2 ചെയ്യേണ്ടത് ഈ തം ഫിംഗർ കൊണ്ട് തന്നെ അടിയിൽ വേറെ 2 ഉണ്ട്. ആ 2 കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടി. ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുക. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതിന് ശേഷം ഇപ്പോൾ ആഡ് 5 ആഡ് 2. ആഡ് 5 ചെയ്യേണ്ടത് ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ്. ആഡ് 5 ദെൻ ആഡ് 2 ചെയ്യേണ്ടത് തം ഫിംഗർ കൊണ്ടാണ്. അപ്പോൾ ആൻസർ 7 എന്ന് കിട്ടി. അതുപോലെ ആഡ് 6 ആഡ് 3 എന്നാണ് വരുന്നതെങ്കിൽ ആഡ് 6 പിഞ്ച് ചെയ്തിട്ട് 6 എടുക്കുക. അതിനുശേഷം 3 ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്